ചെയ്തിരിക്കുന്നു. രശ്മിത, ഗ്രേസിന് ഇടക്കിടയ്ക്ക് തെറ്റിപ്പോവും. രശ്മിക എന്നൊക്കെയാണ് പറയുന്നത്. രശ്മിത അതുകൂടെ പറഞ്ഞു, പുള്ളി എൻ്റെ കൂടെ വേണേ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാനും ബേസിക്കലി പറഞ്ഞ പോലെ ജിത്തു സാറിൻ്റെ ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഞാനും ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ്, പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത്. അതൊരു എക്സ്ട്രാ സന്തോഷം. തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നത്. ബേസിൻ്റെ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മോഹം ഒന്ന് സഫലമായി. ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത്. അപ്പം അതാണ് എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും 15-ാം തീയതി പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. ഈ പറഞ്ഞ പോലെ ഒരു ജിസ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമകളുടെ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. പിന്നെ തലവൻ എന്ന സിനിമ ചെയ്തപ്പോൾ ആ ടൈറ്റിൽ നിന്ന് മാറി. അപ്പൊ ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ത്രില്ലർ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും പേര് പറയുമ്പോഴും എല്ലാവരും പറയുന്നു ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ത്രില്ലർ പടത്തിലായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ ഒരു ടൈറ്റിൽ മാറ്റാൻ വേണ്ടി ഒരു ഇതാണ് ഇപ്പൊ മൈബോസിന് ശേഷം ചെയ്യുന്ന ഒരു കോമഡി പടം എന്ന ലെവലിലേക്ക്. അല്ല, ഞാൻ അങ്ങനെ മനഃപൂർവ്വം അതിനു വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാൻ ഇതിനുമ്പ് മൈബോസ് ചെയ്തിട്ടുണ്ട്, ഫീൽ ഗുഡായിട്ട് മമ്മി ആൻഡ് മീ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ടോട്ടലി വേറൊരു ത്രില്ലർ അല്ലാതെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ ചെയ്തു. ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണകുമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ്. അതിനകത്ത് അതിന്റെ എലമെന്റ്സ് നല്ലതാണ്. അതിന്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇപ്പൊ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. വ്യത്യസ്തമായ കഥകൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ്. പക്ഷെ ബോധപൂർവം ഈ സമയത്തത് കൊണ്ടേ പ്ലേസ് ചെയ്യാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അതങ്ങ് ഒരു ഒത്തു വന്നതേ ഉള്ളൂ. സാർ ഒരിക്കൽ നമ്മുടെ ലെവൽ ക്രോസിന്റെ പ്രസ് മീറ്റില് ആസിഫിന്റെ എന്ന ആക്ടറിനെ ഒരു വൺ വേഡിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു ഡെയറിംഗ് ആക്ടർ എന്ന് പറഞ്ഞു. അതേസമയം ബേസിലിന് എങ്ങനെ പ്രസന്റ് ചെയ്യും? ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ എന്ത് പേരിട്ട് കൊടുക്കും? ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. എനിക്ക് പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇല്ല, ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. അതെന്ത് വലുത് ചെറുത് അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല. പക്ഷെ ഇത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്.